Calicut University syllabusile Computer Graphics എന്ന പേപ്പറിലെ previous year question papers ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. In this video, we will be dealing with short essay questions from module 3. First question is explain the steps to perform pivot point rotation. Rotation is a transformation which involves the changing of position of an object from one orientation to another through an angle theta. ഇവിടെ പിവറ്റ് പോയിന്റ് എന്നുള്ള പോയിന്റ് ഒരു റെഫറൻസ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. ഈ ഫിക്സ്ഡ് പോയിന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ചില ഗ്രാഫിക്സ് പാക്കേജസിൽ റൊട്ടേഷൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിവറ്റ് പോയിന്റ് ഒറിജിനിലായിരിക്കണം. വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് പിവറ്റ് പോയിന്റ് ആയിട്ട് റെഫറൻസ് ചെയ്യുന്നതെങ്കിൽ then this particular pivot point should be moved back to the ഒറിജിൻ ആക്കി മാറ്റണം. ഈ പിവറ്റ് പോയിന്റ് എന്നുള്ളത് 0 എന്നുള്ള ഒറിജിനിലേക്ക് കൊണ്ടുവരണം. ഒറിജിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഇവിടെ കുറച്ച് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് പെർഫോം ചെയ്തിട്ടാണ് ആക്ച്വലി റൊട്ടേഷൻ പെർഫോം ചെയ്യുക. ദിസ് ഇസ് നോൺ ആസ് ജനറൽ പിവറ്റ് പോയിന്റ് റൊട്ടേഷൻ. So the sequence of transformations involved here are translation, rotation and scaling. So the first step is translating the object so that the pivot point position is moved to the coordinate origin. Then after that the object will be rotated about the coordinate origin, and finally the rotated object will be translated back to the original position. So the figure here shows the pivot point rotation. First of all, ഒരു ഇമേജ് ഉള്ളത് ഈ പോയിന്റിലാണ്. So this point is known as the pivot point XR YR. ഇത് ഒറിജിനിലല്ല ഉള്ളത്. സോ ഒറിജിനിലേക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യണം. ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേഷൻ എന്നുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ഒറിജിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത പൊസിഷനിൽ വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതിന്റെ ഓറിയന്റേഷൻ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഒബ്ജക്റ്റ് റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒറിജിനൽ പൊസിഷനിലേക്ക് റീട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ഒരു റിവേഴ്സ് ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. റെഫറൻസ് പോയിന്റ് XR YR എന്നുള്ളത് ഇൻടാക്ട് ആയിട്ട് ഇവിടെ റിമെയിൻ ചെയ്യും. സോ ദിസ് ഇസ് നോൺ ആസ് ജനറൽ പിവറ്റ് പോയിന്റ് റൊട്ടേഷൻ. ആൻഡ് ദി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ ദി സീക്വൻസ് ഒബ്റ്റെയിൻഡ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് 3 ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. 10 XR, 01 YR, 001. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് റൊട്ടേറ്റിംഗ് ദി ഒബ്ജെക്ട് ത്രൂ ആൻ ആംഗിൾ തീറ്റ. സോ ദി റൊട്ടേഷൻ മെട്രിക്സ് ഇസ് cos theta minus sin theta 0, sin theta cos theta 0 and 001. Then after that we have to translate it back to the original position. അപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു റീട്രാൻസ്ലേഷൻ ആണ്, തിരിച്ചുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ്. ആക്ച്വലി നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ തേർഡ് സ്റ്റെപ്പിൽ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ട്രാൻസ്ലേഷൻ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് 10 മൈനസ് XR എന്നും 01 മൈനസ് YR എന്നും 001 എന്നും ആയിരിക്കും. ഈ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് cos theta minus sin theta XR into 1 minus cos theta plus YR sin theta. Then second row is sin theta cos theta YR into 1 minus cos theta minus XR sin theta, and third row is 001. It can be simply expressed in a form that is T of XR YR into R of theta into T of minus XR minus YR. That is equal to rotation ആണ് പെർഫോം ചെയ്യുന്നത്. So it is represented as a rotation equation, that is R of XR YR theta, where XR YR and theta are the parameters of general pivot point rotation. Moving to the next question. Explain two-dimensional fixed point scaling transformation. ഫിക്സ്ഡ് പോയിന്റ് സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ദി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് PYQ part 7 for this answer. Next question is explain different 2D transformations. 2D transformationsil 5 different types of transformations ആണുള്ളത്. അതിൽ ഫസ്റ്റ് 3 ട്രാൻസ്ഫോർമേഷൻസിനെ ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് എന്നാണ് പറയുന്നത്.
Then other two types of transformations are known as other transformations. Basic transformations are translation, rotation and scaling. And other transformations include reflection and shear. So, ഓരോ transformationsum എന്താണെന്നും അതിന്റെ equations എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. So, first type of transformation is translation. A translation is applied to an object by repositioning it along a straight line path from one coordinate location to another. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേഷൻ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക. ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണുന്നത് ഒരു പോയിന്റ് ആണ് പി ആൻഡ് പി ഡാഷ്. ഈ പി എന്നുള്ള പോയിന്റ് ആണ് ഒറിജിനൽ പോയിന്റ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പുതിയൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിന് നമ്മൾ പി ഡാഷ് എന്ന് വിളിക്കാം. സോ അതിന്റെ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എക്സ് ഡാഷ് വൈ ഡാഷ് ആയിട്ടാണ്. ഒറിജിനലി ഈ പോയിന്റ് പൊസിഷൻ മൂവ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കോർഡിനേറ്റ്സ് എക്സും വൈയും ആയിരുന്നു. മൂവ് ചെയ്തതിന് ശേഷമുള്ള കോർഡിനേറ്റ്സ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ്. സോ ഹിയർ ഇവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വെക്ടർ ആണ് ട്രാൻസ്ലേഷൻ വെക്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ടി ആൻഡ് the values of t will be tx and ty. tx വാല്യൂ ആയിരിക്കും x കോർഡിനേറ്റിൽ ചേഞ്ച് ആവുന്നത്. ty വാല്യൂ വെച്ചിട്ടാണ് y കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നത്. So the equations can be considered here. A point can be translated by adding translation distances tx and ty to the original coordinate position xy to move the point to a new position x dash y dash. And the equations can be given by x dash is equal to x plus tx and y dash is equal to y plus ty. The translation distance pair tx ty is known as translation vector or shift vector. So, ഈ equations matrix form represent ചെയ്യാം. matrix form ഉള്ള ഒരു representation ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. So, ഈ ഒരു particular matrix ആണ്, ഇതൊരു column matrix ആണ്. x dash y dash represent ചെയ്യുന്നത് പുതിയ പോയിന്റിനെയാണ്. ആഫ്റ്റർ ട്രാൻസ്ലേഷൻ ഉള്ള പോയിന്റ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻ ജനറൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് പി ഡാഷ്. ആൻഡ് ദി ഒറിജിനൽ പൊസിഷൻ ബിഫോർ ട്രാൻസ്ലേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ പി ആൻഡ് ദി കോർഡിനേറ്റ്സ് വിൽ ബി എക്സ് ആൻഡ് വൈ. ആൻഡ് നെക്സ്റ്റ് പാരാമീറ്റർ ഇപ്പോൾ ഇവിടെ പി പ്ലസ് ടി ആണ് പെർഫോം ചെയ്യുന്നത്. സോ ടി എന്നുള്ളത് ആണ് ട്രാൻസ്ലേഷൻ വെക്ടർ എന്ന് പറയുന്നത്. അതൊരു column matrix തന്നെയാണ്. tx ty ആണ് അതിന്റെ പാരാമീറ്റേഴ്സ്. So it can be simply denoted as p dash is equal to p plus t. Type of transformation is rotation. Rotation is applied to an object by repositioning it along a circular path in the xy plane. So rotationലും പൊസിഷന്റെ ചേഞ്ച് ആണ് നടക്കുന്നത്. പക്ഷെ അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലുള്ള മൂവ്മെന്റ് ആണ്. To generate a rotation, we specify a rotation angle theta and the position xr, yr of the rotation point or pivot point about which the object is to be rotated. So, ഒരു ആംഗിൾ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. തീറ്റ എന്നുള്ള ആംഗിൾ ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ റെഫറൻസ് ചെയ്തിട്ടാണ് ഈ റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നത്. ആ പോയിന്റിനെയാണ്, ഫിക്സ്ഡ് പോയിന്റിനെയാണ് xr, yr എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് റൊട്ടേഷൻ പോയിന്റ് ഓർ പിവറ്റ് പോയിന്റ്. സോ ദി റൊട്ടേഷന്റെ ഒരു ഫിഗർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പി എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് പി ഡാഷിലേക്ക് റൊട്ടേറ്റ് ചെയ്യാണ് അലോങ് ആൻ ആംഗിൾ തീറ്റ. സോ ഇവിടെ തീറ്റ വാല്യൂ വിൽ ബി പോസിറ്റീവ് ആസ് ഇറ്റ് ഇസ് പെർഫോമിംഗ് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. റൊട്ടേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നടക്കുന്നതെങ്കിൽ തീറ്റന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നടക്കുന്നതെങ്കിൽ തീറ്റ വാല്യൂ മൈനസ് നെഗറ്റീവ് ആയിരിക്കും. സോ ഈ പോയിന്റ് ആണ് പിവറ്റ് പോയിന്റ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റ് ആണ് പിവറ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ XR, YR. Now, the transformation equations for rotating a point at position XY through an angle theta about the origin, that is XR, YR is equal to 0, 0, R. XR, YR എന്നുള്ള പിവറ്റ് പോയിന്റിന്റെ വാല്യൂ ഒറിജിൻ ആണെങ്കിൽ then it will be 0, 0. അങ്ങനെയാണെങ്കിൽ പുതിയ പോയിന്റിന്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് x dash is equal to x cos theta minus y sin theta and y dash is equal to x sin theta plus y cos theta. It can be represented in matrix form as x dash y dash.
then next matrix will be cos theta minus sin theta cos theta into xy. ഇവിടെ p dash എന്നുള്ള പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് x dash y dash എന്നുള്ള കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട്. അതുപോലെ ഈ മെട്രിക്സ് cos theta minus sin theta cos theta എന്നുള്ളതിനെയാണ് റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. It can be denoted by r. And the original position of the point will be denoted by xy and it is called p. So the equation can be represented as p dash is equal to r into p. R is the rotation matrix. It is a 2x2 matrix. And if the rotation is performed in about any arbitrary point, that is xr, yr, pivot point എന്നുള്ളത് xr, yr ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ then ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്തതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ പുതിയ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു xr, yr പാരാമീറ്റർ കൂടെ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. So x dash is equal to xr plus x minus xr into cos theta minus y minus yr into sin theta, and y dash can be calculated from yr plus x minus xr sin theta plus y minus yr cos theta. ഇതിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി പിവറ്റ് പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിക്കാം. ഒറിജിൻ ആണ് പിവറ്റ് പോയിന്റ് എങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് റൊട്ടേഷൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. Next type of transformation is scaling. A scaling transformation alters the size of an object. Scaling transformation apply ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കും. ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാം ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഒബ്ജക്റ്റിന്റെ സൈസിൽ. സോ ഇതാണ് ഒബ്ജക്റ്റ്, ഈ ലൈൻ സെഗ്മെന്റ് ആണ് ഒറിജിനൽ ഒബ്ജക്റ്റ്. അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സ്മോളർ സൈസിലുള്ള ഒരു ലൈൻ സെഗ്മെന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഈ പെർട്ടിക്കുലർ പോയിന്റിന് ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷമുള്ള ഒബ്ജക്റ്റിനെ പി ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇവിടെ ഒരു സ്കെയിലിംഗ് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് സ്കെയിലിംഗ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒറിജിനൽ കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ഓപ്പറേഷൻ ക്യാൻ ബി carried out for polygons by multiplying the coordinate values x, y of each vertex by scaling factors sx and sy to produce the transformed coordinates x dash and y dash. So the equations for finding the new position coordinates are x dash is equal to x into sx and y dash is equal to y into sy. Sx and sy are known as scaling factors. And the transformation matrix for scaling will be x dash y dash is equal to sx 0 0 sy into xy. So ഇവിടെ p dash എന്ന് പറയുന്നത് ഒറിജിനൽ ന്യൂ പൊസിഷന്റെ കോർഡിനേറ്റ്സ് ആണ്. sx 0 0 sy എന്നുള്ളത് 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സ് ആണ് സ്കെയിലിംഗ് മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ ഒറിജിനൽ പൊസിഷൻസിന്റെ ഒറിജിനൽ ഇമേജിന്റെ കോർഡിനേറ്റ് പൊസിഷൻസ് ആണ് p. So this will be represented as p dash is equal to s into p. Any positive numeric values can be assigned to the scaling factors sx and sy. പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ആണ് sx-നും sy-ക്കും യൂസ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂസ് എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സൈസ് ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. സോ വാല്യൂസ് ലെസ് ദാൻ 1 reduces the size of an object and values greater than 1 produces an enlargement to the object size, and if the value is 1 then it leaves the size of object unchanged. Scaling can be performed relative to a fixed point that is referred as xf yf, and the transformation equations will be changed as x dash is equal to xf plus x minus xf into sx, and y dash will be equal to yf plus y minus yf into sy. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഒറിജിൻ അല്ലാത്ത ഒരു പോയിന്റ് ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. റിലേറ്റീവ് ടു എ ഫിക്സ്ഡ് പോയിന്റ് ആയിരിക്കും സ്കെയിലിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ആ സമയത്താണ് ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുക.